there. Of course, half എന്ന് പറഞ്ഞ ഒരു ഫിലിമാണ്. ദാറ്റ്സ് മൈ അപ്കമിങ് ഫിലിം. അതൊരു ഹാഫ് വാമ്പയർ ആൻഡ് ഹാഫ് ഹ്യൂമൻ കോൺസെപ്റ്റ് ആണ്. മമ്മിയുണ്ട് ഇവിടെ എൻ്റെ ഫംഗ്ഷന്. മമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു മെനിഞ്ഞാന്ന്. ഒത്തിരി സന്തോഷമുണ്ട്. കൊല്ലം ആക്ച്വലി ഇപ്പം എൻ്റെ ഒരു സെക്കൻഡ് ഹോം പോലെ ആയി. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു ലാസ്റ്റ് ഒരു 1 ഇയറിൽ ഒരു 4-5 പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട് കൊല്ലത്ത്. അപ്പം ഇന്നലെ എന്നെ പിക്ക് ചെയ്യാൻ വന്ന എൻ്റെ ഹോട്ടലിലെ ഡ്രൈവർ ചേട്ടൻ പറയുമായിരുന്നു, മാം വെൽക്കം ടു യുവർ സെക്കൻഡ് ഹോം എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ എൻ്റെ കരിയറിൽ ഒത്തിരി ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു ഫിലിമാണ് ടീച്ചർ. അതിൻ്റെ ഷൂട്ടിംഗ് കൊല്ലത്തായിരുന്നു. അപ്പം ഞാൻ ഇവിടെ ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു 1 month ഞാൻ കൊല്ലത്തുണ്ടായിരുന്നു. ഇവിടുത്തെ മൺട്രോത്തുരുത്തും പിന്നെ ഒരുപാട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അൺടച്ച്ഡ് ലൊക്കേഷൻസിലൂടെയൊക്കെ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റി. കൊല്ലത്തെ ആൾക്കാരൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റി, മിങ്കിൾ ചെയ്യാൻ പറ്റി. കൊല്ലത്ത് നല്ല അടിപൊളി ഫുഡാണ്, ഒരുപാട് നല്ല ഫുഡ് ഈസ് ദെയർ. ബിക്കോസ് നിങ്ങളിങ്ങനെ എനിക്ക് ഗിഫ്റ്റ്സ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് എൻ്റെ ഡ്രീമായിരുന്നു പ്രഗ്നൻ്റ് ആയിട്ട് എനിക്ക് റാമ്പ് വാക്ക് ചെയ്യണം എന്നുള്ളത്. എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു. ആ സമയത്താണ് കിൻഡർ താരാട്ടഴക് പ്രഗ്നന്റ് വിമന് വേണ്ടിയിട്ടുള്ള ഫാഷൻ ഷോ. ലൈക്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഡ്രീം, റൈറ്റ്? അതും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് മോസ്റ്റ് ഓഫ് ദ ലേഡീസ് ആ കോമ്പറ്റീഷൻ്റെ ഭാഗമായവർ ആദ്യമായിട്ടാണ് റാമ്പിൽ വാക്ക് ചെയ്യുന്നത്, അതും പ്രഗ്നൻ്റ് ആയതിനു ശേഷം. സോ കിൻഡർ അവരുടെ ഈ ഒരു സെലിബ്രേറ്റിംഗ് പ്രഗ്നൻസി, how amazing is that? Alle, women need to be celebrated, pregnancy need to be celebrated, childbirth need to be celebrated. Adu gone are the days, adoru സ്ത്രീ അല്ലേ അപ്പോൾ പിന്നെ പ്രസവം എന്ന് പറയുന്നത് ഭയങ്കര നോർമൽ ആണെന്നുള്ള ആ ഒരു ദിവസം കഴിഞ്ഞു. ഇപ്പം every woman need to be taken care, especially like catering to her needs. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫെർട്ടിലിറ്റി hospital for women and child care. What more than that? On a Women's Day. Very, very happy. Sorry. So അങ്ങനെ എൻ്റെ റാമ്പ് വാക്കിലൂടെ അത് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടുത്തെ ഡോക്ടേഴ്സായിട്ടും കിൻഡർ ടീമായിട്ടും മൈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടഡ്. അതിനുശേഷമുള്ള ആ ഒരു ജേർണി ഇറ്റ് ഹാസ് കം ഹിയർ. എൻ്റെ ചൈൽഡ് ബർത്ത് എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രഷ്യസ് ഗിഫ്റ്റ് ആഫ്റ്റർ മൈ മദർ ഈസ് മൈ ചൈൽഡ്. അത് ഏറ്റവും സ്മൂത്ത് ആൻഡ് ഏറ്റവും ഹാപ്പി ആയിട്ട് ഏറ്റവും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിലേക്ക് കിൻഡർ ഹോസ്പിറ്റൽ അത് ഡെലിവർ ചെയ്തു. ആൻഡ് ദെൻ മൈ പോസ്റ്റ്മോർട്ടം കെയർ, ഹൗ വെൽ ദേ ടുക്ക് കെയർ ഓഫ് മീ. അത് കഴിഞ്ഞിട്ട് ദേ ഗേവ് മീ എ ഹ്യൂജ് ഗിഫ്റ്റ് വിച്ച് ഈസ് എൻ ഓഫർ ടു ബി ദെയർ ബ്രാൻഡ് അംബാസഡർ. സോ എനിക്ക് എൻ്റെ വെയിറ്റ് കുറയ്ക്കാനുള്ള മോട്ടിവേഷനുമായി. that sort of gave me that push to get back to myself and like ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ സെൽഫിലേക്ക് എനിക്ക് തിരിച്ചെത്തണം എന്നുള്ള ഒരു വലിയ മോട്ടിവേഷനും എനിക്ക് തന്നു. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് വി ആർ ഗ്രോയിങ് ടുഗദർ. കിൻഡറിൻ്റെ ഹോസ്പിറ്റൽസ് കേരളത്തിന് പുറത്തേക്കും എല്ലാം ഇങ്ങനെ ഫ്ലറിഷായി നറിഷായി ഒരുപാട് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഫാമിലിയെയും അതിനോടൊപ്പം നറിഷ് ചെയ്തുകൊണ്ട് ഇനിയും വളരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ വേറെന്താ? ഐ തിങ്ക് ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. സോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഐ ലവ് യു ഓൾ ആൻഡ് താങ്ക്സ് ടു മെൻ ഓൾസോ, ബിക്കോസ് അവരെ നമുക്ക് വിടാൻ പറ്റത്തില്ല. നമ്മൾ പിള്ളേരെ നോക്കും, നമ്മുടെ ആണുങ്ങൾ നമ്മളെ നോക്കും. നമ്മളെ നോക്കുന്നതും ഈസി ടാസ്ക് അല്ല. സോ താങ്ക്സ് ടു യു ഓൾ ദ വണ്ടർഫുൾ മെൻ who are supporting us, loving us, holding our hands. I have to thank my husband Jagat Desai. I don't know if he is here. Thank you Jagat for making all this happen. I owe it to him big time. And thank you mummy, stop crying. So എല്ലാവർക്കും ഹാപ്പി വിമൻസ് ഡേ. എൻജോയ് ലൈഫ്, അടിച്ചു പൊളിക്കുക ആൻഡ് സെലിബ്രേറ്റ് പ്രഗ്നൻസി. കൊല്ലത്തിന്റെ പോപ്പുലേഷൻ കൂടാൻ ചിലപ്പോൾ ഒരു ചാൻസ് ഉണ്ട്. നൗ ദാറ്റ് കിൻഡർ ഇസ് ഹിയർ, ബട്ട് ലെറ്റ്സ് സെലിബ്രേറ്റ് ഇറ്റ് വിത്ത് കിൻഡർ.
താങ്ക് യു സോ മച്ച്, ലവ് യു ഓൾ. താങ്ക് യു. അമല, ഒരു ചെറിയ കാര്യം ചോദിക്കാനുണ്ട്. ഇന്നിപ്പോൾ വിമൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ലൈഫിൽ ഭയങ്കര ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വിമൻ ഉണ്ടോ? മൈ മദർ, ഓഫ് കോഴ്സ്. ഷീ ഈസ് വൺ പവർ വിമൻ ആണ് മമ്മി. ലൈക്ക് എനിക്ക് ലൈഫിൽ നമ്മുടെ അപ്സിലൂടെ പോകുമ്പോൾ നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ടാവും, ബട്ട് നമ്മുടെ ഡൗണിലൂടെ പോകുമ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാണ് ലൈക്ക് ദ റിയൽ സപ്പോർട്ട് സിസ്റ്റം, റൈറ്റ്? അതിൽ മമ്മി പ്ലേസ് എ ഹ്യൂജ് റോൾ. ലൈക്ക് എൻ്റെ ലൈഫിലും ഇതുപോലെ എനിക്ക് വളരെ ഹൈ പ്രഷർ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയൊക്കെ പോകുമ്പോൾ ഷീ വാസ് ലീഡിങ് മീ. ഷീസ് ലൈക്ക് എന്ത് നോക്കാനോ, ജസ്റ്റ് ഡു ഇറ്റ്, ക്ലോസ് ഇറ്റ്, മൂവ് ഓൺ എന്നുള്ള ആ ഒരു പവറും കോൺഫിഡൻസും എല്ലാം whatever I am today, I owe it to my mom. അതുപോലെ അമലയെ സംബന്ധിച്ചിടത്തോളം ഒരു വിമനെ ഏറ്റവും I believe that is self love. നമ്മൾ എന്നാണോ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുന്നത്, നമ്മളെ വാല്യൂ ചെയ്യാൻ തുടങ്ങുന്നത്, അന്നാണ് ആ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മുടെ ഏറ്റവും ഒരു പവറിലേക്ക് നമ്മൾ തിരിച്ചറിയുന്നതും നമുക്ക് ആ പവറിൽ ജീവിക്കാനും പറ്റുന്നതും അപ്പോഴാണെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. അതിന് എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ മോനാണ്, മൈ ബേബി. ബിക്കോസ് അത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. സം വിമൻ ആർ ഓൾറെഡി അവർക്ക് ആ ഒരു സെൽഫ് ലവ് ഓൾറെഡി സോർട്ടഡ്. എനിക്കത് എൻ്റെ മോനും എൻ്റെ ആ ചൈൽഡ് ബർത്ത് ആ ഒരു പ്രോസസ്സ്, മദർഹുഡ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിനിമകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന തിയേറ്റേഴ്സ്, സോ വെയിറ്റ് കാർഡ്. സോ അതിനെ പറ്റി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? ഓഫ് കോഴ്സ് ഹാഫ് എന്ന് പറഞ്ഞ ഒരു ഫിലിമാണ്, ദാറ്റ്സ് മൈ അപ്കമിങ് ഫിലിം. അതൊരു ഹാഫ് വാമ്പയർ ആൻഡ് ഹാഫ് ഹ്യൂമൻ കോൺസെപ്റ്റ് ആണ്. ഗോളം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? യു മസ്റ്റ് ഹാവ് സീൻ ഇറ്റ്, റൈറ്റ്? ഇറ്റ് വാസ് എ ഗുഡ് ഫിലിം. അതിൻ്റെ സെയിം മേക്കേഴ്സ് ആണ്. ദാറ്റ് ഇസ് മൈ നെക്സ്റ്റ് റിലീസ് ഇൻ മലയാളം. പിന്നെ ഐ എം ഡൂയിങ് അനദർ പ്രോജക്റ്റ് ഇൻ തമിഴ്. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. സോ അവല പോളിന് ഒരു സ്നേഹോപകാരം നൽകുന്നതിനായി പ്രദീപ് കുമാർ സാറിനെ. ഗോളം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? യു മസ്റ്റ് ഹാവ് സീൻ ഇറ്റ്, റൈറ്റ്? ഇറ്റ് വാസ് എ ഗുഡ് ഫിലിം. അതിൻ്റെ സെയിം മേക്കേഴ്സ് ആണ്. ദാറ്റ് ഇസ് മൈ നെക്സ്റ്റ് റിലീസ് ഇൻ മലയാളം. പിന്നെ ഐ എം ഡൂയിങ് അനദർ പ്രോജക്റ്റ് ഇൻ തമിഴ്. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. സോ അവല പോളിന് ഒരു സ്നേഹോപകാരം നൽകുന്നതിനായി പ്രദീപ് കുമാർ സാറിനെ